നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടുപന്നി ചത്തുകിടന്നിരുന്ന തോട്ടിലൂടെ നടന്ന 15-കാരിക്ക് തലച്ചോറിൽ അണുബാധയേറ്റ് ചികിത്സയിലിരിക്കെ ദാരുണാന്ത്യം. കല്ലറ സ്വദേശി ജോയിയുടെയും അഞ്ജനയുടെയും മകൾ 15-കാരിയായ ജ്യോതിലക്ഷ്മിയാണ് മരിച്ചത്. ഞെക്കാട് ഗവൺമെന്റ് HSS 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ശ്വാസതടസ്സവും ചുമയും ശരീരത്തിൽ വിറയലും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് പരിശോധനയിൽ തലച്ചോറിൽ അണുബാധ ഉണ്ടായതെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ശ്രീചിത്രയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടി. ചൊവ്വാഴ്ചയോടെയാണ് മരിച്ചത്. വീടിന് സമീപത്തെ തോട്ടിൽ ഒരു കാട്ടുപന്നി ചത്തുകിടന്നിരുന്നുവെന്നും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇതിനെ കണ്ടെത്തിയതെന്നും ഈ തോട്ടത്തിലെ വെള്ളത്തിലൂടെ നടന്നാണ് കുട്ടികൾ വീട്ടിൽ എത്തിയതിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു. മരിച്ച കുട്ടിയുടെ കാലിൽ മുറിവുണ്ടായിരുന്നു. വെള്ളത്തിലൂടെ ഉണ്ടായ അണുബാധയാണ് രോഗകാരണമെന്നാണ് സംശയമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മതിയായ രീതിയിൽ ചികിത്സ ലഭിക്കാത്തതിനാലാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് മാതാവ് പറയുന്നു. മെഡിക്കൽ കോളേജിൽ വെച്ച് കുട്ടിക്ക് രോഗം ഗുരുതരാവസ്ഥയിലെത്തിയെങ്കിലും തിരിച്ചറിയാൻ പോലും ഡോക്ടർമാർക്കായില്ല. വേദന കൊണ്ട് പിടഞ്ഞ കുട്ടിയെ നിലത്താണ് കിടത്തിയിരുന്നതെന്നും അമ്മ പറഞ്ഞു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അണുബാധ തിരിച്ചറിഞ്ഞത്. പിതാവ് ജോയി 1 വർഷമായി പക്ഷാഘാതം മൂലം കിടപ്പിലാണ്. സഹോദരൻ ജ്യോതിഷ്. ഇതിനിടെ ഐവിൻ ജിജോ കൊലക്കേസിലെ പ്രതികൾ നടത്തിയ അതിക്രമത്തിന്റെ കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചതായി സംഭവസ്ഥലം സന്ദർശിച്ച റൂറൽ SP M ഹേമലത പറഞ്ഞു. കൊല്ലപ്പെട്ട ഐവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ചു. ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി. ഫോറൻസിക് സംഘം പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചു. കസ്റ്റഡിയിലുള്ള 2 CISF ഉദ്യോഗസ്ഥന്മാരെയും വിശദമായി ചോദ്യം ചെയ്യും. സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടൻ പ്രതികളായ ഉദ്യോഗസ്ഥരെ CISF സസ്പെൻഡ് ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നും എയർപോർട്ട് സൗത്ത് സോൺ ഹെഡ്ക്വാർട്ടേഴ്സ് CISF DIG R പുന്നി അറിയിച്ചു. അന്വേഷണത്തിൽ കേരള പോലീസിന് പൂർണ്ണ സഹകരണം നൽകുമെന്നും DIG പറഞ്ഞു. നെടുമ്പാശ്ശേരി CISF ഉദ്യോഗസ്ഥർ നടത്തിയ അതിക്രൂര കൊലപാതകത്തിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് CPI അങ്കമാലി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിമാനത്താവള പരിസരത്ത് CISF ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം പതിവായ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച് മരിച്ച ഐവിൻ ജിജോയുടെ കുടുംബത്തിന് അടിയന്തര സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടു. യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ കൊലപാതകത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നെടുമ്പാശ്ശേരിയിൽ വാഹനം ഉരസിയത് ചോദ്യം ചെയ്ത യുവാവിനെ കൊലപ്പെടുത്തിയ രീതി കണ്ട് സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയ ജനങ്ങളുടെ മർദ്ദനമേറ്റ SI വിനയ് കുമാർ ദാസ് ചികിത്സ തേടിയ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസും CISFും സുരക്ഷ ഒരുക്കി. കേരള പോലീസിന്റെ 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പുറമെ CISF ഉദ്യോഗസ്ഥരും മഫ്തിയിൽ കാവലുണ്ട്. നെടുമ്പാശ്ശേരി ഇടവഴിയിലൂടെ വേഗത്തിൽ പാഞ്ഞുപോയ കാറിന്റെ ബോണറ്റിൽ അള്ളിപ്പിടിച്ചു കിടന്ന യുവാവിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ റോഡിൽ ഓടിക്കൂടിയത്. വാഹനത്തിൽ ആരോ തട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയത്. വിമാനത്താവളത്തിന് സമീപം നായ്ത്തോട് പ്രദേശം CISFുകാർ കൂട്ടത്തോടെ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ്. ജനങ്ങൾക്ക് കാവലാളാകാൻ ഉത്തരവാദിത്തപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ യുവാവിനെ റോഡിലിട്ട് കൊലപ്പെടുത്തിയ കാഴ്ച നാട്ടുകാരെ ക്ഷുഭിതരാക്കി. അവർ പ്രതികരിച്ചു. സംഭവ സമയം കാർ ഓടിച്ചിരുന്നത് SI വിനയ് കുമാർ ദാസ് ആയിരുന്നതിനാലാണ് അയാളെ തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിക്കാൻ നാട്ടുകാർ ശ്രമിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. റോഡിൽ വാഹനങ്ങൾ തമ്മിൽ ഉരസിയ നിസ്സാര പ്രശ്നത്തിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷയായ യുവാവ് കൊല്ലപ്പെട്ടത്. ഫുഡ് ക്രാഫ്റ്റിൽ ഏറെ കമ്പമുള്ള ഐവിൻ വളരെ ആസ്വദിച്ചാണ് കാസിനോ എയർ കേറ്ററേഴ്സിലെ ബേക്കറിയുടെ ജോലി ചെയ്തിരുന്നത്. വിദേശ ജോലിയായിരുന്നു ലക്ഷ്യം. ജോലിക്ക് സ്ഥലത്തേക്ക് ഡ്യൂട്ടിക്ക് പോകും വഴി റോഡിൽ തർക്കമുണ്ടായപ്പോൾ തന്നെ ഓഫീസിലേക്ക് വിളിച്ച് കുറച്ചു സമയം വൈകുമെന്നും ചെറിയൊരു പ്രശ്നമുണ്ടെന്നും അറിയിച്ചിരുന്നു. ബുധനാഴ്ച രാത്രി 9:30യോടെയാണ് ഐവിൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പ്രദേശത്ത് രാത്രി തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ കാറിന് പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി. 10നും 11നും ഇടയിലാണ് സംഭവങ്ങളുണ്ടായത്. രാത്രി 12:30യോടെ പിതാവ് ജിജോയുടെ ഫോണിലേക്ക് പോലീസിനെ വിളിയെത്തി. മകന് അപകടം പറ്റി റോഡരികിൽ കിടക്കുന്നുവെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. വിവരമറിഞ്ഞ അമ്മ റോസ്മേരി പാലായിലെ ജോലി സ്ഥലത്ത് നിന്ന് അങ്കമാലിയിലേക്ക് തിരിച്ചു. ഇതിനിടെ പലവട്ടം ജിജോയും റോസ്മേരിയും മകന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. പ്രതികളുടെ കാറിന്റെ ബോണറ്റിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നതിനിടയിൽ ബോണറ്റിനും ഗ്ലാസിനും ഇടയിലുള്ള ഭാഗത്ത് ഐവിന്റെ ഫോൺ കുടുങ്ങിയിരുന്നു. പിന്നീട് പോലീസ് എത്തി പരിശോധിച്ച് ഫോൺ വീണ്ടെടുക്കുകയായിരുന്നു. ഒടുവിൽ ജിജോ റോസ്മേരിയെ വിളിച്ചു. നമ്മുടെ മോനെ അവർ കൊന്നടി എന്ന നിലവിളിയോടെ. ജീവന്റെ ഒരു തരിയെങ്കിലും ബാക്കി വെച്ചു തിരികെ തരാമായിരുന്നല്ലോ, ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കിയേനെ എന്നാണ് മകന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ സങ്കടമടക്കാനാകാതെ ഐവിന്റെ അമ്മ റോസ്മേരി പൊട്ടിക്കരഞ്ഞത്. അവൻ പാവമാണ്, ആ പാവം കൊച്ചിനെയാണ് അവർ കൊന്നിട്ടതെന്ന് പറഞ്ഞ് ആ അമ്മ വിതുമ്പി.
ഐവിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രി 7:15 തുറവൂരിലെ വീട്ടിലെത്തിച്ചു. ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് മകന് അപകടം സംഭവിച്ചെന്ന വിവരം അമ്മയെ തേടിയെത്തിയത്. ചൊവ്വാഴ്ച ഐവിൻ അമ്മയെ ഫോൺ വിളിച്ചിരുന്നു. വ്യാഴാഴ്ച വീട്ടിൽ വരുമ്പോൾ കാണാമെന്ന് പറയുകയും ചെയ്തു. പാലായിൽ ആശുപത്രി നഴ്സായ റോസ്മേരി എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരാറുണ്ട്. ഈ ആഴ്ചയിൽ വരാൻ വൈകിയപ്പോഴാണ് ഐവിൻ അമ്മയെ വിളിച്ചത്. നമുക്ക് സുരക്ഷ നൽകേണ്ടവർ തന്നെ എന്റെ മകന് ജീവനെടുത്തു. ഐവിൻ പ്രകോപന സ്വഭാവമുള്ളയാളല്ല. ചെറിയ വാക്കുതർക്കത്തെ തുടർന്ന് ജീവനെടുത്തത് എത്ര നീചമാണ്. ഏക മകനെയാണ് നഷ്ടപ്പെട്ടത്. സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നാണ് പ്രതീക്ഷയെന്ന് ഐവിന്റെ അച്ഛൻ പ്രതികരിച്ചു. ക്യാമ്പസ് സെലക്ഷനിലൂടെയാണ് ഐവിന് ജോലി ലഭിച്ചത്. ഈ മാസം 1 വർഷം പൂർത്തിയാകുമായിരുന്നു. ഐവിന്റെ 25ാം പിറന്നാൾ ആഘോഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു കുടുംബം. 4 മാസം കൂടി കഴിഞ്ഞാൽ 25 വയസ്സ് തികയുമായിരുന്നു. കുറച്ചു ദിവസം മുൻപ് കുടുംബം ഒന്നാകെ മൈസൂരിലും മറ്റ് വിനോദയാത്രയും പോയി. അതിനുശേഷം അമ്മ ജോലി സ്ഥലത്തേക്ക് മടങ്ങി. ബുധനാഴ്ച രാത്രി 9:20 പിതാവ് ജിജോയോടും സഹോദരി അലീനയോടും യാത്ര പറഞ്ഞാണ് ഐവിൻ വീട്ടിൽ നിന്നിറങ്ങിയത്. അർദ്ധരാത്രിക്ക് ശേഷമാണ് മരണവിവരം വീട്ടിലറിഞ്ഞത്. പിതാവും സഹോദരിയും ഉടൻ തന്നെ ആശുപത്രിയിലെത്തി. പാലായിൽ നിന്ന് പുലർച്ചെ 2:30 അമ്മയും എത്തി. CISF ഉദ്യോഗസ്ഥർ നടത്തിയ അതിക്രൂര കൊലപാതകത്തിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് CPM അങ്കമാലി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിമാനത്താവള പരിസരത്ത് CISF ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം പതിവായ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച് മറിച്ച് ഐവിൻ ജിജോയുടെ കുടുംബത്തിന് അടിയന്തര സഹായം നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.